ഇന്ന് ഞാൻ ക്യാരറ്റ് വെച്ചിട്ട് നല്ല മധുരമുള്ള ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് ചൂടോട് കൂടിയിട്ട് വേണമെങ്കിലും കഴിക്കാം, ഇനി തണുപ്പിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാവുന്നതാണ്. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ. ഇത് നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അരിയാണ്. ഞാൻ 1/2 കപ്പോളം അരി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കുക. ഇത് നമുക്ക് വേവിക്കാനുള്ളതാണ്. ഞാൻ കുക്കറിനകത്താണ് വേവിക്കുന്നത്. ഇത് നമുക്ക് കുക്കറിനകത്തേക്ക് ചേർത്തിട്ട് ഇത് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് ഇനി നമ്മളൊന്നും ചേർക്കുന്നില്ല. ഇത് അടച്ച് വെച്ചിട്ട് നമുക്കിത് സ്റ്റൗവിലേക്ക് മാറ്റാം. ഒരു 4 വിസിലൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ അരി നല്ല പോലെ കുക്കായിട്ട് കിട്ടും. നല്ലതുപോലെ വേവിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. വിസിലൊക്കെ വന്നതിന് ശേഷം ഞാനിത് സ്റ്റൗ ഓഫാക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ക്യാരറ്റാണ്. ക്യാരറ്റ് നമുക്കിതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു 4 ക്യാരറ്റോളം എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിന് മുന്നേയായിട്ട് നമുക്കിതിനകത്തേക്ക് കുറച്ച് കാഷ്യൂ വേണം. നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പാനിനകത്തേക്ക്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കാഷ്യൂ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് മുന്തിരിയൊക്കെ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ കാഷ്യൂ മാത്രമാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഈ നെയ്യിനകത്തേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. നെയ്യ് കുറവാണെങ്കിൽ ശകലം നെയ്യും കൂടെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് സമയം ഒന്ന് നമ്മളിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ക്യാരറ്റ് നല്ല പോലെ ഈ നെയ്യിലൊന്ന് കോട്ടായിട്ട് നല്ല സോഫ്റ്റായിട്ട് വരും. ആ സമയമാണ് നമ്മൾ ഇതിനകത്തേക്ക് പാല് ചേർക്കുന്നത്. 2 കപ്പോളം പാല് ചേർത്തിട്ടുണ്ട്. ഇനി ഈ ക്യാരറ്റ് ഈ പാലിൽ കിടന്നിട്ട് നല്ലതുപോലെ ഒന്ന് കുക്കാവണം. ചെറിയ തീയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ക്യാരറ്റും പാലൊക്കെ ചേർത്തിട്ട് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ തിളച്ച് വന്ന ഉടനെ തന്നെ നിങ്ങൾ തീ ഓഫാക്കരുത്. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തിളച്ച് പുറത്തോട്ട് പോകുന്ന ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ നേരത്തെ കുക്കറിനകത്ത് വേവിച്ചിട്ടുള്ള അരി നല്ലതുപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ ക്യാരറ്റ് പാലിൽ കിടന്നിട്ട് നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഇത് നമുക്ക് ഈ അരിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിതിനകത്തേക്ക് ശകലം കൂടെ പാല് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ചെറിയ തീയിലാണ് വെച്ചിട്ടുള്ളത്. നമ്മളിതിനകത്തേക്ക് മധുരമൊന്നും ചേർത്തിട്ടില്ല. ഞാൻ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ച് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മധുരമൊക്കെ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഞാൻ മുഴുവൻ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം കുറവാണ്. നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അതായത് നമ്മുടെ ക്യാരറ്റും അരിയും ഒക്കെ നല്ലതുപോലെ ഒന്ന് യോജിച്ച് വരണം. അതായത് ഒന്ന് തിളച്ച് വന്നാൽ നമുക്ക് തീ ഓഫാക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ചൂടാണ്. ഈ ചൂടുള്ള സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ശകലം ചേർത്താൽ മതി, ഒത്തിരി ഒന്നും ചേർക്കല്ലേ കേട്ടോ. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂ ചേർക്കണം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഈ ചൂടോട് കൂടിയിട്ടാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഞാനിത് ചൂടൊക്കെ പോയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്നും കൂടെ തിക്കായിട്ട് കാണുന്നത്. ഇനിയാണ് ഞാൻ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള കാഷ്യൂ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സെർവ് ചെയ്യാം. ഇനി ചൂടോട് കൂടിയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ കാഷ്യൂ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ക്യാരറ്റും അരിയും വെച്ചിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. തണുപ്പിച്ചിട്ട് എടുക്കുകയാണെങ്കിലും അതുപോലെ ചൂടോട് കൂടിയിട്ടൊക്കെ ടേസ്റ്റ് തന്നെയാണ്. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ക്യാരറ്റും കാഷ്യൂ ഒക്കെ ചേർത്തിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെയുള്ള റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും വരാം.